സൺഡേ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യലായിട്ടല്ല, നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചോറും കറിയും പേരിയും ഒന്നും വെക്കണ്ടല്ലോ വെച്ചിട്ട് എളുപ്പത്തിൽ ചോറങ്ങ് വറ്റിച്ചു. നമ്മൾ വറ്റിച്ച് നെയ്ച്ചോറ് എന്നറിയല്ലേ. അപ്പം അങ്ങനെയായി. സൺഡേ സ്പെഷ്യൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും. നമ്മുടെ ഓഡിയോ സ്റ്റോറിയും ചലഞ്ചിങ് മൈൻഡൊക്കെ പോയോ? ഓ, ഡിന്നർ പൊളിക്കാമെന്ന്. ഓക്കെ. ആരെയും കാണുന്നില്ല. അത് ഞാൻ അങ്ങനെ ലൈവ് അങ്ങനെ സ്ഥിരമായിട്ട് വരുന്നത് ആർക്കും അറിയില്ല. അത് തന്നെയാണ് മെയിൻ കാര്യം. പിന്നെ നമ്മൾ അങ്ങനെ നോട്ടിഫിക്കേഷനൊന്നും പോവില്ല. ഞാൻ ഈ കിളികളിങ്ങനെ വരുന്ന സമയത്ത് മ്യൂട്ട് ലൈവായിട്ടിടുക. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ആയിക്കുള്ളൂ ഞാൻ ലൈവ് ഇടാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല, അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. അറിയുന്നവർ ഈ ഇങ്ങനെ വഴിയിൽ കാണുന്ന പോകുന്ന പോക്കിൽ ഒന്ന് കയറി ലൈക്ക് ഇട്ട് പോകാറുണ്ട്. മ്യൂട്ട് ലൈവ് ആണെങ്കിലും അങ്ങനെ ലൈക്കൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്ത് പോകലുണ്ട് കുറച്ച് പേരൊക്കെ. വോയിസ് ലൈവ് കുറവാണ്. ഇന്നിപ്പോൾ ഇന്നലെ ഇട്ടു, ഇന്നും ഇട്ടു. ഇങ്ങനെ അടുപ്പിച്ച് വോയിസ് ലൈവ് ഇടുന്നത് ആദ്യമായിട്ടാണ്. ആ അതെ, എൻ്റെ കാര്യം അങ്ങനെയാണ്. കൃത്യമായ സമയമില്ല എന്നാണ് ലൈവിന്. അതെ, സെയിം. പക്ഷെ ഞാൻ മ്യൂട്ട് ലൈവ് 2 സമയമുണ്ട്. ഇത് തന്നെ കിളികൾ വരുന്നു, അരി കഴിക്കുന്നു, അരി കൊത്തുന്നു, അത് തന്നെയാണ് എൻ്റെ മ്യൂട്ട് ലൈവ്. അവരിങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ക്യാമറ വെച്ച് ലൈവ് ഇട്ട് കൊടുത്താൽ അത് കാണാമല്ലോ. അങ്ങനെ ഞാൻ മ്യൂട്ടാക്കിയിട്ട് രാവിലെ തന്നെ, പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ പോകേണ്ടതുകൊണ്ട് രാവിലെ നമുക്ക് പറ്റില്ല. അപ്പോൾ രാവിലെ അരി കൊടുക്കുന്നതുകൊണ്ട് കുറേ കിളികൾ വരും. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ലൈവ് ഇടാമെന്ന് വിചാരിക്കും. ആ സമയത്ത് മ്യൂട്ടാക്കിയിടും. ഇന്നിപ്പോൾ ഞായറാഴ്ച ലീവല്ലേ, അപ്പോൾ ഇന്ന് വോയിസ് ലൈവ് പോയി. കുറച്ച് സമയം 1 മണിക്കൂറിൽ കൂടുതലൊന്നും ഞാൻ ഇതുവരെ നിന്നിക്കില്ല. ആദ്യമൊക്കെ 10 മിനിറ്റ് 15 മിനിറ്റ്, പിന്നെ ഇപ്പോൾ 20 മിനിറ്റ്, മാക്സിമം 1 മണിക്കൂറിൻ്റെ അപ്പുറം പോയില്ല. ഇവിടെ നിന്ന് അവർ പക്ഷികളുണ്ടല്ലോ, എന്തെങ്കിലും നമ്മളൊന്നിങ്ങനെ കൈ അനക്കി അപ്പം പറന്നു പോകും. ഒരുപാട് സന്തോഷം മാലക്കാരി. നമ്മൾ ദിവ്യ എന്ന് വിളിക്കാം അല്ലേ, മാലക്കാരി എന്ന് വിളിക്കണ്ട, ദിവ്യ വന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി സന്തോഷം. അതുപോലെ ഓഡിയോ സ്റ്റോറീസ്, ചലഞ്ചിങ് മൈൻഡ്, അഭിജിത്ത്, എല്ലാവർക്കും ഒരുപാട് വന്നതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ പറയുന്നുണ്ട്. ചലഞ്ചിങ് മൈൻഡും ഓഡിയോ സ്റ്റോറീസൊക്കെ പോയി തോന്നുന്നു. ചലഞ്ചിങ് മൈൻഡിനൊരു ഒത്തിരി സന്തോഷം. താങ്ക്സ് ഓഡിയോ സ്റ്റോറീസ്. നമ്മൾ ഇത്രയും നേരം ആരും ഇല്ലാതിരുന്നു, അപ്പോൾ നമ്മളെ വന്നു, നമുക്ക് സപ്പോർട്ട് തന്നു. പിന്നെ അഭിജിത്ത്, അതേപോലെ അഭിജിത്ത് ഇപ്പം കണ്ടാലും വരലുണ്ട്. ആണല്ലേ, ഞാനും തുടക്കക്കാരിയാണല്ലേ. അല്ല, രതീഷേട്ടൻ പറഞ്ഞു നിങ്ങൾ അടിപൊളിയാണ്, ചാനലൊക്കെ അടിപൊളിയാണെന്ന്. അങ്ങനെയാ? എനിക്കറിയാം വിഷമം. അതെ, അതെ. ചലഞ്ചിങ് മൈൻഡ് പറയുകയാണ്, നിറയെ കിളികൾ വന്നല്ലോ. അതെ, ഞാനിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അവർക്കൊരു മടി. നിറയെ കിളികൾ വരും. അവരാ സമയമാകുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിക്കില്ലേ, കറക്റ്റ് വരും. അരി ഇല്ലെങ്കിലും വരും ഇപ്പോൾ.